ചെയ്യരുത്, പറയരുത്, മിണ്ടരുത് എന്നൊക്കെ പറയുമല്ലോ. അതിന് നഹി ജാന, ജാനാനേ, ജാനാനി വഹാ മത് ജാന, മത് ജാന എന്ന് പറയും, നെഹി ജാന എന്ന് പറയും, ജാനാ നെഹി എന്ന് പറയും. ജാനാ നെഹി, പാട്ട് കേട്ടില്ല നിങ്ങൾ? ജാനാ നെഹി, പോകരുത് എന്നാണ് അർത്ഥം. അപ്പൊ നെഹി ജാന അല്ലെ മത് ജാന, മത് കർണ, മത് മത് നിക്കൽന, മത് ബോൽന, ഐസാ ബാത് മത് ബോൽന. തും ഇതുപോലത്തെ വർത്താനം നീ പറയരുത്, മത് ബോൽന. അവനോട് ചോദിക്കരുത്, മത് പൂച്ചന, മത് പൂച്ചന, മത് കർണ, ഇസി കാന, ഈ കാം മത് കർണ, ഈ ആദ്യ പണി നീ ചെയ്യരുത്. മത് കർണ, ചെയ്യരുത്. മത് വഹാ മത് ദേഖന, അങ്ങോട്ട് നോക്കരുതേ, മത് ദേഖന, അങ്ങോട്ട് നോക്കരുത്. വഹാ മത് ദേഖന, മത് ദേഖന. ഹിന്ദിയിൽ ദേഖന എന്നാൽ കാണുക, നോക്കുക, രണ്ടിനും ഒരുപോലത്തെ വാക്കാ ഉപയോഗിക്കാം. മത് ദേഖന, ബൈസാബ് വഹാ മത് ദേഖന എന്ന് പറയാം. ഓക്കെ, അപ്പൊ നമ്മൾ ചെയ്യരുത്, പറയരുത്, അരുതായ്മകളെ പറയാൻ മത് ചേർത്തുകൊണ്ടാണ് പറയേണ്ടത്. മത് കർണ, ചെയ്യരുത്. മത് ബോൽന, പറയരുത്. മത് ദേഖന, നോക്കരുത്. ഉൻക ബാത് മത് സുന്ന, അവൻ്റെ ഉൻകി ബാത് മത് സുന്ന, അയാളുടെ വർത്താനം നിങ്ങൾ കേൾക്കാനേ പാടില്ല. ആജ് യഹാ മത് ബൈഠന, ഇന്ന് ഇവിടെ വന്നിരിക്കാൻ പറ്റൂല. ഏ കാം മത് കർണ തും, ഈ പണി നീ ചെയ്യരുത്. ഇങ്ങനെ എന്തിൻ്റെ കൂടെയും മത് ചേർത്തുകൊണ്ട് നിങ്ങൾക്ക് പറയാം. ഇനി മത് ചേർത്ത് മത് കറോ, മത് ബൈഠോ, മത് ചലോ എന്ന രീതിയിലും പറയാറുണ്ട്. യഹാ മത് ബൈഠോ, യഹാ മത് സുനോ, ഐസി ബാത് മത് ബോലോ എന്ന് പറയാം. ഓക്കെ, ഇങ്ങനെ നിങ്ങൾക്ക് ഹിന്ദിക്കാരെ പോലെ ഹിന്ദി ഭാഷ പഠിക്കാം. ധന്യവാദ്, ബഹുത് ശുക്രിയ.